ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായ പി സി ജോർജ് എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഈരാറ്റുപേട്ട കോടതിയിൽ പി സി ജോർജ് ഹാജരായ എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പി സി ജോർജിന്റെ വീട്ടിൽ ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ അതിന്റെ മുൻകൂർ ജാമ്യം തള്ളിയതിന്റെ പിന്നാലെ പോലീസ് പി സി ജോർജിന്റെ വീട്ടിൽ അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. പി സി ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പി സി ജോർജ് ഇപ്പോൾ കോടതിയിൽ ഹാജരായ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇത് തിങ്കളാഴ്ച ഹാജരാകുമെന്ന കാര്യമാണ്. തിങ്കളാഴ്ച ഹാജരാകുമെന്ന് പി സി ജോർജ് ഷോൺ ജോർജ് അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു. പോലീസിന് നോട്ടീസ് കൈപ്പറ്റാൻ എന്തായാലും പി സി ജോർജ് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. പി സി ഇപ്പോഴും വീട്ടിലില്ല. പി സി ഏതോ മേഖലയിലായിരുന്നു. പി സി ഏതോ മേഖലയിൽ നിന്ന് ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ പി സി ജോർജ് ഹാജരായിരിക്കുമെന്നാണ് വിവരം. മുൻകൂർ ജാമ്യ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കടുത്ത വിമർശനങ്ങളോടെയാണ് അത് തള്ളിയത്. അത് പി സിയുടെ നേരത്തെയുള്ള മുൻകാല വിദ്വേഷ പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് ജാമ്യവ്യവസ്ഥാ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളുമായുള്ള ഉത്തരവിറങ്ങിയത്. ആ ഉത്തരവിന് പിന്നാലെ ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിലേക്ക് പി സി ജോർജ് എത്തിയിട്ടുണ്ട്. പി സി ജോർജ് ഹാജരായിട്ടുണ്ട്. സ്വാഭാവികമായും ജാമ്യം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നിന്ന് തീരുമാനമുണ്ടാകുമോ അതോ പോലീസിലൊക്കെ പോകുമോ എന്ന കാര്യമൊക്കെ വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. പക്ഷേ ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഉത്തരവ് ഇത്തരത്തിൽ വിദ്വേഷം സംസാരിക്കുന്ന നേതാക്കൾക്കൊക്കെ എതിരെയുള്ള കടുത്ത താക്കീതും വാണിംഗും ഒക്കെയാണ്. മാത്രമല്ല അതിനെക്കുറിച്ച് ഈ വിദ്വേഷ പ്രസ്താവന നടത്തുന്നവരുടെ ശിക്ഷ ഇത്ര മതിയോ, അത് കൂട്ടണ്ടേ, ലോ കമ്മീഷന് ഇത് അയച്ചു കൊടുക്കണം എന്ന രജിസ്ട്രാർക്കുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരുപക്ഷെ ഒരു പാഠപുസ്തകം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു മുൻകൂർ ജാമ്യ ഉത്തരവാണ്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയിൽ ഉണ്ടായത്. പി സിക്ക് മുന്നിൽ ആ ഉത്തരവിന് മുന്നിൽ മറ്റു വഴികളില്ല. ഉത്തരവ് പുറത്തു വരുമ്പോൾ പി സിക്ക് മുന്നിൽ പോലീസിന് മുന്നിലോ മറ്റു വഴികളില്ല. ഇത് അവിടെ BJPയുടെ പ്രതികരണത്തിലേക്ക്. BJP പി സി ജോർജിൻ്റെ ആ പ്രസ്താവനയെ ന്യായീകരിക്കുന്നില്ല. അന്ന് നമ്മൾ ചർച്ചയ്ക്കെടുത്തപ്പോഴും BJP ആ വിഷയത്തിൽ ചർച്ചയ്ക്ക് ആളെ തരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്യാൻ ഇല്ല BJP. പക്ഷേ പി സി ജോർജ് അവരുടെ ഒരു നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും. മജിസ്ട്രേറ്റ് മുമ്പാകെ ഇപ്പോൾ 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഹാജരാകും. അതിന് കാര്യങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കും. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരായി കഴിഞ്ഞാൽ അദ്ദേഹമാണ് അതിൻ്റെ തീരുമാനം പറയേണ്ടത്. ഇപ്പം ഇരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാകാൻ തീരുമാനിച്ചു. BJPയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വേറെ പ്രതിഷേധ പരിപാടികളോ അങ്ങനെ ഇല്ല, പ്രതിഷേധമല്ല, ഞങ്ങൾ ഹാജരാകാൻ തീരുമാനിച്ചു. ഇപ്പം ഞങ്ങൾ കോടതിയിലേക്ക് പോവാണ്. അതേപോലെ ഒരു 5 മിനിറ്റുള്ള അവിടെ എത്തും. അദ്ദേഹം എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തില്ല. കോടതിയുടെ ഓർഡറാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാകുന്നു. മജിസ്ട്രേറ്റ് തീരുമാനങ്ങൾ പറയും. ഇല്ല, പ്രകടനം നിശ്ചയിച്ചിട്ടില്ലല്ലോ നമ്മൾ. ഇപ്പോൾ എത്തും, ഒരു 5 മിനിറ്റിനുള്ളിൽ എത്തും. അത് നമുക്കറിയില്ല. അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നാണ് തീരുമാനിക്കേണ്ട അറസ്റ്റ് കാര്യങ്ങൾ. അറിയില്ല, അത് പോലീസിനോട് ചോദിക്കണം, നമുക്കറിയില്ല. അത് പോലീസിനോട് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഭാഗത്തുള്ള തീരുമാനം 5 മിനിറ്റിൽ അദ്ദേഹം കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. കൊടുത്തു അവർ ക്യാമറ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പി സി ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായി, അല്ലെങ്കിൽ കീഴടങ്ങി. ഇവിടെ പോലീസ് പി സിയുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ എന്നൊക്കെ ഉള്ള രീതിയിൽ എത്തിയിരുന്നു. അവിടെ 1-2 തവണ വീട്ടിലൊക്കെ എത്തിയിരുന്നു. പി സി ഉള്ള കാര്യം പോലീസിന് അവിടെ പി സി ആ സമയത്തൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. ഹൈക്കോടതി വിധി പറഞ്ഞ് അല്ലെങ്കിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെച്ചതിന് ശേഷമാണ് ആ വിധി പ്രസ്താവം, വളരെ വിസ്തൃത വിധി പ്രസ്താവം ഉണ്ടാവുന്നത്. വിധി പറയാൻ മാറ്റിവെച്ചതാണ്. അപ്പോൾ പോലീസിനും അറിയാവുന്നതാണ് ഇത് വാദം പൂർത്തിയായതാണ്, ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ അത്തരം കേസുകളിൽ പോലീസ് ആ പ്രതി അല്ലെങ്കിൽ ആ പ്രതിസ്ഥാനത്തുള്ള ആൾക്കൊരു സർവൈലൻസ് ഒക്കെ വെക്കാറുണ്ട്. അതിനാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന സംവിധാനമൊക്കെ. ഇവിടെ സർവൈലൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അതിനുശേഷം പി സി ജോർജ് വീട്ടിലില്ല. പി സി എവിടെയാണെന്ന് ആരും പോലീസിന് അറിയില്ല. നോട്ടീസ് കൊടുക്കാൻ വീട്ടിൽ എത്തിയപ്പോഴൊന്നും അല്ലെങ്കിൽ പോലീസ് എത്തുമ്പോഴൊന്നും പി സി വീട്ടിലില്ല. പോലീസിന് എവിടെയാണെന്ന് പി സി എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു വാദം. അപ്പോൾ അത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യ കൊടുത്ത് വിധി പറയാൻ കാത്തിരിക്കുന്ന പ്രതിക്ക് ഒരു സർവൈലൻസ് ഉണ്ടായില്ലേ എന്നൊരു ചോദ്യമൊക്കെ അവിടെ നിൽപ്പുണ്ട്. എന്തായാലും അതിനെയൊക്കെ പ്രസക്തമായിക്കൊണ്ട് ഇപ്പോൾ പി സി ജോർജ് കോടതിയിലാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്, പോലീസ് സ്റ്റേഷനിലല്ല. പോലീസിൻ്റെ നോട്ടീസൊക്കെ പി സി കൈപ്പറ്റിയിരുന്നില്ല. യഥാർത്ഥത്തിൽ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും എന്നതായിരുന്നു പി സിയുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലല്ല, നേരെ കോടതിയിലേക്ക് പോകുന്നു. ഇനി മജിസ്ട്രേറ്റാണ് പി സിയുടെ കാര്യത്തിൽ, ജാമ്യം അടക്കമുള്ള കാര്യത്തിൽ ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത്. ശ്രീമാൻ വിവരങ്ങളുമായി ചെയ്തു. ശ്രീത്ത്, പോലീസ് സ്റ്റേഷനിൽ അല്ല കോടതിയിലേക്ക് ഹാജരാകാൻ പോകുന്നു എന്ന നേരിയ സൂചനയെങ്കിലും പോലീസിനുണ്ടായിരുന്നോ?
തീർച്ചയായും പോലീസിന് അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നിരിക്കാം. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം പോലീസ് ഇവിടുത്തെ വിന്യാസം BJP പ്രവർത്തകരോട് പുറത്തിറങ്ങരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയത്. എന്തായാലും BJP പ്രവർത്തകർ ഇപ്പോഴും PC ജോർജിന്റെ വീട്ടിൽ തുടരുകയാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഭാര്യ മരുമകൾ പാർവതി രാവിലെ തന്നെ കോടതിയിലേക്ക് പോയിരുന്നു. സ്വാഭാവികമായി അത്തരത്തിലൊരു നേരിയ സംശയം ആ മേഖലയിൽ നമുക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കീഴടങ്ങിയിരിക്കുന്നു. ഇനി മജിസ്ട്രേറ്റാണ് മറ്റു കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കേണ്ടത്. ഹാഷ്മി, എന്തായാലും PC ജോർജ് ചാനൽ ചർച്ചകളിലെ വിദ്വേഷ പരാമർശത്തിൽ ഇപ്പോൾ കോടതിയിലെത്തി കീഴടങ്ങിയിരിക്കുന്നു. മറ്റു നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ നിന്നടക്കം രൂക്ഷമായ വിമർശനമേറ്റ സാഹചര്യത്തിലാണ് ഈ കീഴടങ്ങൽ എന്ന് മനസ്സിലാക്കുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മറ്റു മാർഗങ്ങളില്ല. എന്നാലും കോടതിയിൽ കീഴടങ്ങാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഉയരുമായിരിക്കും. ഇന്ന് ഹാജരാകുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കീഴടങ്ങുക എന്ന തരത്തിൽ പറയാൻ പോലും BJP നേതാക്കൾ തയ്യാറായിരുന്നില്ല. അപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുമോ അല്ലെങ്കിൽ DYSP ഓഫീസിൽ കീഴടങ്ങുമോ എന്ന ചോദ്യത്തിനൊന്നും തന്നെ ഷോൺ ജോർജോ അല്ലെങ്കിൽ BJP നേതാക്കൾ ലിജിൻ ലാലോ N ഹരിയോ ഒന്നും തന്നെ മറുപടി നൽകിയിരുന്നില്ല. അപ്പോൾ തന്നെ നേരിയൊരു സംശയം നമുക്ക് രൂപാന്തരപ്പെട്ടിരുന്നു. എന്തായാലും ഇപ്പോൾ കൃത്യമായ രീതിയിൽ കോടതിയിൽ ഈരാറ്റുപേട്ട ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നുവെന്ന പ്രാഥമികമായ വിവരം ലഭിക്കുന്നു. അത്തരത്തിൽ അവിടെ കോടതിയിൽ PC ജോർജ് വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇനി മറ്റു നടപടിക്രമങ്ങൾ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പോലീസിനെ അല്പസമയത്തിനകം തന്നെ കോടതി വിളിച്ചു വരുത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്.